വളരെ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. ഡെഡിക്കേഷൻ ആണ്. അപ്പൊ ഡയറ്റ് ഒക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് 68 വെള്ളയുടെ മുട്ടയൊക്കെ ഒരു ദിവസം കഴിക്കുമെന്നൊക്കെ. അതുപോലെ എന്ത് എഫേർട്ട് ആയിരിക്കും ഭക്ഷണ കാര്യത്തിൽ എടുക്കാൻ സാധിക്കുക? അമ്മ ചിരിക്കുന്ന അതെന്താണ്? അതെന്താ? കട്ട് ചെയ്യരുത് പ്ലീസ്. അത് കേട്ടതാണോ ഉദ്ദേശിച്ചത്? 68 മുട്ട അതിനകത്ത് വെള്ള. പറഞ്ഞോ 68 വെള്ളമുട്ട. വെള്ളമുട്ട. വെള്ളമുട്ട അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചത്. 68 വെള്ളമുട്ട വരെ അദ്ദേഹം കഴിക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ അതുപോലെ എന്ത് ഡയറ്റാണ് അനശ്വരം എടുക്കാൻ തയ്യാറാവുന്നത്? ഇത് അമ്മ ചോദിപ്പിച്ച ചോദ്യമാണോ? അതെന്താ ഫുഡിന്റെ കാര്യത്തില്? സത്യമായിട്ട് അമ്മ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്. ഫുഡിന്റെ കാര്യത്തില് എനിക്ക് ഭയങ്കര കഷ്ടപ്പാട്. ഞാനത് ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടുള്ള ഒരു ആളാണ്. കഴിക്കാൻ അതെ, കുട്ടി ഭക്ഷണം കഴിക്കില്ലേ? അപ്പൊ എനിക്ക് ഒന്നാമത്തെ അപ്പറ്റൈറ്റ് ഭയങ്കര ചെറുതാ. അപ്പൊ കുറച്ച് കഴിക്കുമ്പോ തന്നെ വയറ് നിറയും. അപ്പൊ ഒന്നും കഴിക്കാൻ പറ്റൂല. ഭാഗ്യവതിയോ? ഭയങ്കര കഷ്ടപ്പാടാത്. കാരണം മുന്നിൽ ഇത്രയും ഭക്ഷണം നിറഞ്ഞിരിക്കുമ്പോ നമുക്ക് കഴിക്കണം ആഗ്രഹം ഉണ്ടാവും. ഉള്ളിന്റെ ഉള്ളില് വേണം ഒന്ന് കഴിക്കണം. പക്ഷെ മുത്തേ അതോർത്ത് വിഷമിക്കുക വേണ്ടടാ. നമ്മുടെ മമ്മൂക്ക പോലെ പറയാറുണ്ട്, ഇഷ്ടംപോലെ സാധനം തരുന്നാലും അദ്ദേഹം ആവശ്യമുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്ത് കഴിക്കാറുള്ളൂ. എന്നാലും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഒന്ന് കരയണോടാ, പൊട്ടിക്കരയാ. അപ്പൊ ഏതായാലും അടുത്ത ക്വസ്റ്റ്യൻ, സൈബർ ബുള്ളിങ്ങിനോട് ഒരു സിനിമ സ്റ്റൈൽ മറുപടി കൊടുക്കുകയാണെങ്കിൽ എന്ത് മറുപടി കൊടുക്കും? സിനിമ സ്റ്റൈലൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒരെണ്ണം, പക്ഷെ അത് കോപ്പി അടിക്കരുത് കേട്ടോ. പോമോനെ ദിനേശ എന്നൊക്കെ പറയാൻ എന്ന് പറയുന്ന പോലെ. ഞാൻ അത്ര മാസമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഈ ബോഡിക്ക് അനുസരിച്ച് അത്ര മാസമൊന്നും ശരിയാവില്ല. സൈബർ ബുള്ളിങ്ങിനോടല്ലേ, അവരോട് നമ്മൾ ചെറിയ ലെവലിലൊന്നും പിടിച്ചാൽ പറ്റില്ല, വലിയ ലെവലിൽ പിടിക്കണം. അതൊക്കെ അവര് ബാക്കി ആൾക്കാർ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനും ഒരു സിനിമ സ്റ്റൈൽ മറുപടി പറയടാ പ്ലീസ്. അമ്മേനെ നോക്കണം. അമ്മേനെയല്ല, ഞാനല്ലേ. എന്ത് ചോദ്യമൊക്കെയാണ് കൊച്ചി? സിനിമ സ്റ്റൈൽ പോമോനെ ദിനേശ ഇപ്പൊ ഞാൻ പറഞ്ഞു പോയി. അല്ലേ ഒരു കാര്യം ചെയ്തത്, ആറ്റിറ്റ്യൂഡ് ഇട്ട് പറഞ്ഞാലും മതി. ജീവിച്ചു പൊക്കോട്ടെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഞാൻ വെറുതെ വിട്ട് ഇന്ന് ചായ ഇല്ല കേട്ടോ, ചായ തരില്ല ഉറപ്പായി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്ക് മൂവി ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഞാൻ ആദ്യം പറഞ്ഞില്ല, എനിക്ക് കഥയൊക്കെ അറിയാം. നിങ്ങളൊരു യാത്രയിൽ കണ്ടുമുട്ടുന്ന രണ്ടാൾക്കാരാണ്, പിന്നീട് അവരുടെ ജീവിതം മാറി മറിയുന്നതാണ്. അങ്ങനെ എന്താടാ